പിന്നെ 15-ാം തീയതി ഉള്ള രീതിയിൽ ഇങ്ങനെ മൈൻഡ് സെറ്റാക്കി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഡേറ്റ് പോലും പറയാതെ മാറ്റുന്നത്. ഇനി എന്നാണ് എക്സാം എന്ന് അറിയാത്തൊരവസ്ഥയിൽ അപ്പം ശരിക്കും അങ്ങോട്ട് ഒരു ബ്രേക്ക് വന്നു. അമ്മ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്ത് അങ്ങനെ സ്വന്തമായിട്ട് നേടിയെടുത്ത ജോലി കൊണ്ട് അങ്ങനെ എന്നെ വളർത്തി. അമ്മയെ കണ്ട് വളർന്നുകൊണ്ട് തന്നെ എനിക്കെന്നും എൻ്റെ കാലിൽ നിൽക്കണം എന്നുള്ള ഒരു വാശി ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഫുൾ ട്രാവൽ ചെയ്ത് വെളുപ്പിന് 3 മണിയുടെ ബസ്സിന് പോയി ക്ലാസ്സിൽ കയറി, പിന്നെ രാത്രി ഒരു 9:30 ആവുമ്പോഴാണ് വീട്ടിലെത്തുക. എന്നിട്ട് അടുത്ത ദിവസം ശനി ഞായറും ക്ലാസ് എടുക്കുക. അങ്ങനെ ഞാൻ PG ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നോട് ഇപ്പോഴും ചോദിക്കുന്നവരുണ്ട്. ഞാനപ്പോൾ പറയും, ഞാൻ 2 ഡാൻസ് ക്ലാസ് ഉണ്ട് എനിക്ക്, ചാരുമുട്ടും താമരക്കുളത്തും. ഞാൻ 2 ക്ലാസ് എടുക്കുന്നുണ്ട്. മോൾക്ക് വേറെ ജോലിയൊന്നും ഇല്ലേന്ന് ഇപ്പോഴും ചോദിക്കുന്നവരുണ്ട്. ഇതിനെ ഒരു ജോലിയായിട്ട് കരുതുന്നില്ല. അങ്ങനെ സാറിൻ്റെ ആദ്യത്തെ ഓഫ്ലൈൻ ബാച്ചുകാരായിരുന്നു ഞങ്ങള്. നല്ല രസകരമായിട്ടുള്ള രീതിയിലാണ് ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നത്. എല്ലാവരും ഒരു ഫാമിലി പോലെ. അതെ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ശ്രീലക്ഷ്മിയാണ്. പെർഫോമിംഗ് ആർട്സിൽ നെറ്റ് നേടിയെന്ന് മാത്രമല്ല, ഈ പഠനത്തോടൊപ്പം ഒരു സംരംഭമൊക്കെ നടത്തി സ്വന്തം അമ്മയെ വരെ ട്രെയിൻ ചെയ്ത് 24ഓളം പേര് അരങ്ങേറാനായിട്ട് പോകുന്നു. ഇപ്പോൾ തൗരത്രികം എന്ന സ്ഥാപനത്തിൽ 70 പേര് നൃത്തം അഭ്യസിക്കുന്നുണ്ട്. അങ്ങനെ മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ശ്രീലക്ഷ്മി ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഓഫ്ലൈൻ ബാച്ചിൽ അടൂര് കണ്ടക്ട് ചെയ്തപ്പോൾ ശ്രീലക്ഷ്മി ഉണ്ടായിരുന്നു. ഇപ്പോഴും ഓൺലൈനായിട്ട് നമ്മളോടൊപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. JRFലേക്കുള്ള ജേണിയിലാണ്. എങ്ങനെയായിരുന്നു ഈ യാത്രയുടെ ഒരു തുടക്കം? ശ്രീലക്ഷ്മിയുടെ ഒരു ബേസിക് എഡ്യൂക്കേഷൻ ഒക്കെ എവിടെയായിരുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് പറയാമോ? ഞാൻ 8ാം ക്ലാസ് തൊട്ട് കലാമണ്ഡലത്തിലാണ് പഠിച്ചത്. ഇതിൽ ഡാൻസിൽ തന്നെയാണ് എൻ്റെ BA MA എല്ലാം ഉള്ളത്. മോഹിനിയാട്ടമാണ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്. കലാമണ്ഡലത്തിൽ നിന്ന് BA കഴിഞ്ഞിട്ട് പിന്നെ PG ചെയ്തത് ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി കാലടിയിലായിരുന്നു. അപ്പം ശരിക്കും ഫസ്റ്റ് പേപ്പർ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ബാലികേറ മല തന്നെ ആയിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണക്കുമായിട്ടോ അല്ലെ സയൻസോ ആയിട്ടോ ഒന്നും ബന്ധമുള്ളൊരു ഫീൽഡല്ല. 10 കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ്ലി ഇത് 8th തൊട്ട് കലാമണ്ഡലത്തിലാണെങ്കിലും 10th വരെ നമുക്ക് ബാക്കി സബ്ജക്ട്സ് എല്ലാം ഇതിൻ്റെ ഒപ്പം പഠിക്കണം. പക്ഷെ +1 തൊട്ടിട്ട് നമ്മൾ ആർട്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സബ്ജക്ട്സാ പഠിക്കുക. എസ്തെറ്റിക്സ്, ലിറ്ററേച്ചർ, മലയാളം, സംസ്കൃതം അങ്ങനെയുള്ള സബ്ജക്ട്സാണ് കൂടുതലായിട്ട് പഠിക്കാനുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പഠിക്കുന്നത് നാട്യശാസ്ത്രം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ശരിക്കും പറയുകയാണെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ അതുപോലെ അങ്ങനെ ലാസ്റ്റത്തോട്ടുള്ള യൂണിറ്റൊക്കെ ശരിക്കും എനിക്ക് ടഫായിരുന്നു. എനിക്ക് കേട്ടിട്ടില്ലാത്ത പല കാര്യങ്ങളും ഞാൻ എവിടുന്ന് തുടങ്ങണം, എങ്ങനെ, എനിക്ക് സത്യം പറഞ്ഞാൽ സിലബസ് പോലും അറിയാതെ PGക്ക് പഠിക്കുന്ന ടൈമിൽ ഞാൻ വെറുതെ പോയിട്ട് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് നെറ്റ് എഴുതി. അന്നേരം ക്വസ്റ്റ്യൻ കണ്ടിട്ട് പോലും എന്താണെന്ന് മനസ്സിലാവാതെ വെറുതെ കറക്കി ഇട്ടിട്ട് വന്നു. അങ്ങനെയായിരുന്നു. അപ്പോഴും ഫസ്റ്റ് പേപ്പർ എന്താന്ന് ഒരു ധാരണയില്ല. സിലബസ് ഉണ്ട് എന്ന് പോലും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല സത്യത്തിൽ. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് പഠിക്കണം, നെറ്റ് വേണം എന്നൊക്കെ ഉള്ളൊരു തോന്നൽ വന്നത്. അന്നേരം പിന്നെ PG കഴിഞ്ഞ് സാറിൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടപ്പോഴാണ് ഇത് അടൂരാണ്, എനിക്ക് വരാൻ പറ്റുന്ന സ്ഥലമാണ് എന്ന് മനസ്സിലായത്. അങ്ങനെ സാറിൻ്റെ ആദ്യത്തെ ഓഫ്ലൈൻ ബാച്ചുകാരായിരുന്നു ഞങ്ങൾ. നല്ല രസകരമായിട്ടുള്ള രീതിയിലാണ് ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നത്. എല്ലാവരും ഒരു ഫാമിലി പോലെ. അതെ, ആദ്യം വന്നപ്പോൾ എനിക്ക് കുറച്ച് ഞാൻ പേടിച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. കാരണം പല ഏജ് ഗ്രൂപ്പിലുള്ളവരായിരുന്നു ചേച്ചിമാര്, അങ്ങനെ മക്കളൊക്കെ ഉള്ള ചേച്ചിമാർ. അപ്പൊ നമ്മളായിട്ട് സെറ്റ് ആവുമോ, സിങ്ക് ആവുമോ, സാർ എങ്ങനെയായിരിക്കും, അങ്ങനെയൊക്കെ ഭയങ്കര എന്താ പറയണ്ടേ പേടിയായിരുന്നു ആദ്യം വന്നപ്പോൾ. ആദ്യം JRF ഒരു ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ആദ്യം ക്ലാസ്സിൽ വന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് പോലും എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ സാർ പറഞ്ഞു പേടിക്കണ്ട, വെറുതെ ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് ടെസ്റ്റ് എടുക്കുമ്പോൾ മാർക്കൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അയ്യോ ഇത് എന്നെ കൊണ്ട് പറ്റുമോ എന്നും പേടിയായിരുന്നു. പക്ഷെ പതുക്കെ പഠിച്ച് തുടങ്ങി അതിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഇത് പറ്റും, ഒന്ന് ട്രൈ ചെയ്താൽ പറ്റും എന്ന് മനസ്സിലായി. പിന്നെ കഴിഞ്ഞ ജൂൺ ബാച്ചിനേക്കായിരുന്നു ഞാൻ ശരിക്കും കോച്ചിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നത്. എക്സാം അടുപ്പിച്ച് എനിക്ക് ശരിക്കും അങ്ങോട്ട് പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ പോലെ ഞാൻ ഡാൻസ് ക്ലാസ് എടുക്കുന്നതുകൊണ്ട് തന്നെ കലോത്സവം വരുമ്പോൾ അവരെ കുട്ടികളുടെ കൂടെ തന്നെ നിന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കണം. പിന്നെ പ്രോഗ്രാമുകൾ കൂടുതലുള്ള ഉത്സവ സീസണാണ്. അപ്പോൾ നമുക്കും നമ്മുടെ എന്താ പറയണ്ടേ കരിയർ വൈസ് അത്രയും തിരക്കുള്ള ഒരു സമയമായിരുന്നു അത്. അങ്ങനെ നമുക്ക് ഇരുന്ന് പഠിക്കാനുള്ള സമയം വളരെ കുറവായതുകൊണ്ട് ക്ലാസ്സിലിരുന്ന് പഠിക്കുന്ന ഒരു ഇതേ ഉള്ളായിരുന്നു. പക്ഷെ എക്സാം കഴിഞ്ഞ് വിശ്വചേച്ചിക്കും അതുപോലെ JK ഒക്കെ നെറ്റ് കിട്ടിയപ്പോൾ എനിക്ക് ശരിക്കും അവരൊരു ഇൻസ്പിറേഷൻ ആയി. എനിക്കും വേണം, അങ്ങനെ എനിക്ക് തോന്നി.
പിന്നെ അന്ന് തന്നെ ഞാൻ അലൻ സാറിനെ വിളിച്ച് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ സാറിനെ വിളിച്ച് പറഞ്ഞു എനിക്ക് നെറ്റ് വേണം അടുത്ത പ്രാവശ്യം. അപ്പോൾ സാറ് പറഞ്ഞു അതിനെന്താ പഠിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് സാർ എനിക്ക് എൻ്റെ ആപ്പിൻ്റെയും അതുപോലെ തന്നെ ക്ലാസ്സിനുള്ള ആക്സസ് ഒക്കെ തന്നു സാറ്. അങ്ങനെ ഞാൻ എന്നും എക്സാം എടുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് കണക്കൊന്നും വരത്തേ ഇല്ലായിരുന്നു. എൻ്റെ അമ്മ പറയുകയാണെങ്കിൽ ഒരു കണക്ക് ടീച്ചറാണ്, പക്ഷെ ഞാനും അമ്മയും തമ്മിൽ ചേരാത്തൊരു കാര്യമാണ്. ഞാൻ കല, അമ്മ കണക്ക്. അപ്പോൾ അതെ അതെ, തലയ്ക്കൊക്കെ കൊട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കണക്ക് പഠിക്കുന്ന സമയം. എനിക്ക് കണക്ക് വരത്തേ ഇല്ലായിരുന്നു, ഇല്ല. പക്ഷെ ഈ എക്സാമിന് ഞാൻ DA ഒക്കെ ചെയ്തു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. എല്ലാം ശരിയായി എന്നല്ല, പക്ഷെ എന്നാലും എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റി. എനിക്കറിയില്ല എന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റി. അതൊക്കെ ചില സമയത്ത് ഒരു കൊട്ട് കിട്ടുന്നത് നല്ലതാണ്. അതെ, ഞാന് നന്ദിനിയൊക്കെ കണക്കിനെ വല്ലാതെ പേടിച്ചിട്ടുള്ള ആൾക്കാരായിരുന്നു ക്ലാസ്സിൽ നിന്ന്. അപ്പം JK വരുമ്പോഴേ ബോർഡിൽ ഒരു കണക്ക് അങ്ങോട്ട് എഴുതിയിടും. അപ്പൊ ഞാനും JKയോട് അടി ഉണ്ടാക്കും. വരുമ്പോ തന്നെ ബോർഡ് കളയല്ലേ എന്ന് പറഞ്ഞിട്ട് JK ആദ്യം വരുമ്പോ തന്നെ ബോർഡിൽ ഒരു കണക്ക് എഴുതും. എന്നിട്ട് സാറ് വരുമ്പോഴേ ഡോറ് കടന്ന് വരുമ്പോഴേ സാർ ആൻസർ പറഞ്ഞിട്ടാ വരിക. അപ്പോ ഞാനിങ്ങനെ ദൈവമേ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ഒരു വരുമ്പോ തന്നെ എന്താ പറയണ്ടേ, കണക്ക് കാണുമ്പോ പേടിയായിരുന്നു. പക്ഷെ കണക്കിനെ പേടിക്കണ്ടെന്ന് പറഞ്ഞു തന്നതും അതിനെ പഠിക്കാൻ എല്ലാം സഹായിച്ചതും അലൻ സാറാണ്. എന്ത് വ്യത്യാസമായി ജൂൺ സൈക്കിളില് കുറച്ച് പാകപ്പിഴകൾ വന്നു എന്ന് ശ്രീലക്ഷ്മി അന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ റെസ്പോൺസ് ഷീറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. എന്ത് വ്യത്യാസം വരുത്തിയത്? ജാനുവരിയിൽ ഈ പരീക്ഷ മാറ്റിവെച്ച പരീക്ഷ വന്നപ്പോഴേക്ക് എന്ത് ഇമ്പ്രൂവ്മെന്റുകൾ വരുത്തി, അല്ലെ എന്ത് ചേഞ്ചസ് വരുത്തി? എനിക്ക് കിട്ടാത്ത ഏരിയയുടെ പുറകിന് ഒരുപാട് പോയി സമയം കളയാതെ എനിക്ക് കിട്ടുന്ന ഏരിയ, അതായത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, അതുപോലെ റിസർച്ച്, അതൊക്കെ ഞാൻ കുറച്ച് അധികം പഠിച്ചു. പിന്നെ അതുപോലെ RC എല്ലാം ശരിയാക്കി. അപ്പോൾ അതൊക്കെ എനിക്ക് എന്താ പറയണ്ടേ, അത് ഞാൻ എന്നും പ്രാക്ടീസ് ചെയ്തിട്ട് ശരിയാക്കിയതാണ്. അങ്ങനെ ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ചൊരു കുട്ടിയായിരുന്നു. പക്ഷെ എനിക്ക് വായിച്ച് അത് ഒക്കെ ചെയ്യാനൊക്കെ ഉള്ള അത് ശരിക്കും പ്രാക്ടീസിൽ കൂടെ തന്നെ കിട്ടിയതാണ്. എന്നും ടെഡ് കേൾക്കണം എന്ന് പറഞ്ഞ സമയത്ത് ആദ്യമൊക്കെ കുറച്ച് ഉഴപ്പമായിരുന്നു. പക്ഷെ പിന്നെ അങ്ങോട്ട് അതൊരു ഹാബിറ്റായി. സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡെയിലി ചെയ്യുന്ന ഒരു കാര്യത്തിന്റെ കൂടെ ഇതിനെ ചേർത്ത് വെച്ച് അതിനെ ഒരു ഹാബിറ്റ് ആക്കി. അപ്പോൾ അങ്ങനെ അതൊരു എനിക്ക് സാറിൻ്റെ അടുത്തുനിന്ന് ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ നെറ്റ് ക്വാളിഫൈ ആവുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ട് സാറിൻ്റെ എന്താ പറയണ്ടേ, ബാക്കിയുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ്, അതുപോലെ സാറ് ആദ്യമായിട്ട് വീട് വെച്ച് കൊടുത്തതൊക്കെ കണ്ടിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെയും മനുഷ്യരുണ്ടല്ലേ, അങ്ങനെ അതെ അല്ലേ. അങ്ങനെ പിന്നെ സാറ് ബാക്കിയുള്ള കൂടെ വർക്ക് ചെയ്യുന്നവരെ ആയാലും ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മനസ്സ്, അത് എല്ലാവർക്കും ഉള്ളതല്ല. അങ്ങനെയല്ല, അത് ഭയങ്കരമായിട്ട് ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട് നമുക്കും. അങ്ങനെയല്ല സാർ, അത് ശരിക്കും എല്ലാരെ കൊണ്ടും പറ്റുന്ന ഒരു കാര്യമല്ല. എല്ലാവരും സ്വന്തമായിട്ട് സമ്പാദിച്ച് എനിക്ക് വേണം എന്നുള്ളൊരു ലോകത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ തന്നെ എത്രയോ ആൾക്കാരെ കാണുന്നതാണ്. സ്വന്തം ബന്ധുക്കളെ തന്നെ സഹായിക്കാൻ മനസ്സില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ ആരാന്ന് പോലും അറിയാത്തവർക്ക് വേണ്ടി സാർ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത് ഞാൻ അങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ അത് ശരിക്കും ഒരു റോൾ മോഡൽ ആക്കാൻ എനിക്കും തോന്നുന്നുണ്ട്. പല കാര്യങ്ങളും ഞാൻ സാറിൻ്റെ അടുത്തുനിന്ന് അങ്ങനെ കുറെ നല്ല കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഈ എന്താ പറയണ്ടേ, നെറ്റ് മാത്രമല്ല, നമ്മളൊരു മനുഷ്യത്വമുള്ള മനുഷ്യനായിരിക്കുക എന്നുള്ളൊരു ഇത് സാറിൻ്റെ അടുത്തുനിന്ന് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ശരിക്കും ഓർമ്മപ്പെടുത്തിയതിന് നന്ദി. ഒരുപാട് പരിമിതികളുള്ള മനുഷ്യനാണ് എങ്കിൽ പോലും ചില കാര്യങ്ങൾ വ്യത്യസ്തമായിട്ട് ചെയ്യുന്നത് എൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാർത്ഥികളുടെ മനസ്സിൽ പതിയുന്നു എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷം. ഒരു സ്ഥാനത്തിന് അർഹനാണോ എന്ന് എനിക്കറിയില്ല, എങ്കിലും നല്ല കാര്യങ്ങൾ നോക്കിക്കോളൂ. കുറെ പരിമിതികൾ കൂടി ഉണ്ട് എന്ന് നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. പിന്നീട് ശ്രീലക്ഷ്മിയും ഒരുപാട് പേരെ സഹായിക്കുന്ന ആളാണെന്ന് എനിക്കറിയാം. അത് മാത്രമല്ല, എനിക്ക് ഭയങ്കര അഡ്മിറേഷൻ ഉള്ള ഒരാളാണ്. കുട്ടികളോടാണ് കേട്ടോ. ഇത് കേൾക്കുന്ന ഒരുപാട് പേര് പരിമിതികളും സമയക്രമത്തിന്റെ പ്രശ്നമൊക്കെ എൻ്റെ അടുത്ത് പറയാറുണ്ട്. ക്ഷേത്രങ്ങളിലൊക്കെ പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ മേക്കപ്പ് അഴിച്ച് തിരിച്ചു വരുമ്പോഴേക്ക് ചിലപ്പോൾ 2 മണിയും 4 മണിയും നേരം പുലരുമ്പോഴൊക്കെ വരുന്ന സിനാരിയോകളുണ്ടെന്ന് പറഞ്ഞ് എനിക്കറിയാം. അതിനേക്കാളുപരി ഒരു 70 വിദ്യാർത്ഥികളെ പഠിപ്പിക്കണം. അതിൽ ഓൺലൈനായിട്ട്, നമ്മുടെ കേരളത്തിലുള്ളതല്ല കേട്ടോ, വലിയൊരാളാ, UK വിദ്യാർത്ഥികളെയൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചറാണ്, നൃത്താധ്യാപികയാണ്. അതും പഠിപ്പിക്കുന്ന, നമ്മളിപ്പോൾ ഒരു ക്ലാസ് എടുക്കുമ്പോൾ വായ മാത്രം അനങ്ങിയാൽ മതി. എന്നാൽ ഡാൻസ് പഠിപ്പിക്കുമ്പോൾ നിങ്ങളൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് ഏതെങ്കിലും ഒരു പാട്ട് പ്ലേ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഡാൻസ് ചെയ്യാനായിട്ട്, സ്റ്റെപ്പ് ഇടാനായിട്ട് നോക്കിയേ. ഈ പറയുന്ന അല്ലെങ്കിൽ കാണുന്ന എളുപ്പത്തെക്കാളും
ശരീരത്തിന്റെ വഴക്കവും ദേഹാധ്വാനവും വളരെയുള്ളൊരു ജോലി തന്നെയാണ്, കരിയർ തന്നെയാണ് നൃത്തം എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ കൂടെ ശ്രീലക്ഷ്മി നെറ്റ് നേടിയെടുത്തത് ഒരു അത്ഭുതം തന്നെയാണ്. നത്തിങ് ഷോർട്ട് ഓഫ് ദാറ്റ്. കാര്യം 70 ആൾക്കാരെ എല്ലാ ദിവസവും പഠിപ്പിക്കുക, പല ബാച്ചുകളായിട്ട്, പ്രോഗ്രാമുകൾക്കുള്ള റിഹേഴ്സല്, തൗരത്രി എന്നൊരു ടീമായിട്ട് നിങ്ങൾ പോകണം, അതിൻ്റെ പ്രാക്ടീസുകൾ, അതിനു പുറമെ കമ്പോസ് ചെയ്ത് കൊടുക്കുന്ന പരിപാടികളും കാര്യങ്ങളും, കുറേ CD-കളും സംഭവങ്ങളും ഒക്കെ രജിസ്റ്റർ ചെയ്യുന്നൊക്കെ ആളാണ്. എന്തൊക്കെയോ പരിപാടികളുണ്ട്. ഇതിൻ്റെ ഇടയിൽ നിന്നിട്ടാണ് നെറ്റ് ക്വാളിഫൈ ചെയ്തത്. ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ട്, പാരൻസ് ആയിട്ടുള്ളവർ, കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട്. അതും വലിയൊരു ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള, ടൈം ഇൻറ്റൻസീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു തലമുറയെ വാർത്തെടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഇവരോടൊക്കെ ഈ ടൈം മാനേജ്മെൻറ്റിൻ്റെ കുറച്ച് സൂത്രങ്ങൾ ഷെയർ ചെയ്യാവും. എങ്ങനെ ഈ മോട്ടിവേഷൻ നിലനിർത്തി? ഒരു തവണ PhD ഉള്ളിൽ കിട്ടിയപ്പോൾ കുറച്ച് പേര് NTA-യും അല്ലെങ്കിൽ I+ലെ അങ്ങേര് പഠിപ്പിച്ചിട്ട് കണ്ടില്ല എന്നൊക്കെ പറഞ്ഞു പോകുന്നതിന് പകരം കിട്ടിയ ആൾക്കാരിലേക്ക് നോക്കി ഇത് ഇംപ്രവൈസ് ചെയ്യണം, അടുത്തതിൽ എനിക്ക് നെറ്റ് നേടണം, ആ ഒരു ലൈൻ ഓഫ് തോട്ട്സിലേക്ക് എങ്ങനെ എത്തി? അത് കുട്ടികൾക്ക് ഒരുപാട് ഇൻസ്പിറേഷൻ ആവും. ഞാൻ ശരിക്കും നമ്മളെല്ലാ സമയം കൂടെ ഒത്തു വന്നിട്ട് പഠിക്കാമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ 5 മിനിറ്റേ കിട്ടിയുള്ളൂ, 5 മിനിറ്റ് നമ്മൾ ഉപയോഗപ്പെടുത്തുക, ആ ഒരു രീതി ഫോളോ ചെയ്ത ആളാണ്. ഇപ്പം ഞാൻ ക്ലാസ്സിൽ പോകുമ്പോൾ കുറച്ച് നേരത്തെ പോകണം. എനിക്ക് ക്ലാസ്സിൽ ചെന്നിട്ട് കുട്ടികൾ ചിലവർ നേരത്തെ വരുന്നുണ്ടാവും. അപ്പോൾ ആ സമയം ഞാനൊരു ടെസ്റ്റ് എടുക്കും. അങ്ങനെ നമുക്ക് കിട്ടുന്ന സമയം നമ്മൾ ഉപയോഗപ്പെടുത്തുക. എന്നെ സംബന്ധിച്ച് ഞാൻ സെക്കൻഡ് പേപ്പർ ഒരു കോച്ചിങ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ രാവിലെ 5 മണിക്കാണ്. വെളുപ്പിന് 5 മണിക്ക് ശരിക്കും ഞാൻ ലേറ്റായിട്ട് എഴുന്നേറ്റ് ലേറ്റായിട്ട് ഉറങ്ങുന്ന ഒരാളായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ ക്ലാസ്സുകൾക്കൊന്നും ഒരു കുഴപ്പം വരാതെ ടൈം മാനേജ് ചെയ്ത് അങ്ങനെ പോകാൻ പറ്റണം എന്നുണ്ടെങ്കിൽ വെളുപ്പിനത്തെ ക്ലാസ്സിൽ കയറിയേ പറ്റുള്ളൂ. അപ്പം ഞാൻ എൻ്റെ ഉറക്കം കുറച്ചൊന്ന് സാക്രിഫൈസ് ചെയ്തിട്ട് രാവിലത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് അങ്ങനെ അപ്പം പഠിപ്പീരും നടക്കും, പഠനവും നടക്കും. അങ്ങനെ ആ ഒരു രീതി നമ്മളെ കൊണ്ട് പറ്റുന്നത് എന്താണോ അത് കുറച്ച് ഒരു 6 മാസത്തെ കാര്യമല്ലേ ഉള്ളൂ. ആ ഒരു പീരീഡ് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കി. പിന്നെ ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. എൻ്റെ കൂടെ തന്നെ പഠിക്കുന്ന ആൾക്കാർക്ക് ഞാൻ പഠിച്ചിട്ട് അത് അവരെ പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ എനിക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനത് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഞാൻ നല്ല തറവായിട്ട് ഞാനും പഠിക്കും. അപ്പം പറഞ്ഞു കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു ക്ലാരിറ്റി കുറവ് വരുവാണെങ്കിൽ എനിക്ക് മനസ്സിലാവും എനിക്കും അത് അത്ര ക്ലിയർ അല്ല എന്നുള്ളത്. നമ്മൾ ഓർക്കും ഞാൻ പഠിച്ചു എന്ന്, പക്ഷെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ശരിക്കും അത് നമുക്ക് മനസ്സിലാവുക നമുക്കത് എത്ര ക്ലിയർ ആണ് എന്നുള്ള കാര്യം. അപ്പം എനിക്ക് അത്ര ക്ലിയർ ആവാത്ത ഏരിയ കുറച്ചുകൂടെ റീവർക്ക് ചെയ്യും. അങ്ങനെ പിന്നെ എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ഇവിടുന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. വിശ്വ ചേച്ചി, JK, അങ്ങനെ എനിക്കൊരു സംശയം ഉണ്ടെങ്കിൽ വിളിക്കാൻ അങ്ങനെ അവരൊക്കെ ഉള്ളതുകൊണ്ടും പിന്നെ സാറിന് ഏത് സമയം വിളിച്ചാലും സാറ് ഡൗട്ട് പറഞ്ഞുതരും. അപ്പോൾ അങ്ങനെ പിന്നെ ഒരു സമയത്തെത്തുമ്പോൾ എല്ലാവർക്കും വരുന്നൊരു പ്രശ്നം ഇത് പറ്റില്ലേ എന്ന് തോന്നുന്നൊരു കുറെ പഠിച്ച് നമുക്ക് തന്നെ ഭ്രാന്താവുന്ന ഒരു അവസ്ഥ എന്ന് പറയും. ഞാൻ ഇടയ്ക്ക് സാറിനെ വിളിച്ചിട്ട് എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു. അപ്പൊ സാറ് മോട്ടിവേഷൻ തന്നു. അപ്പോൾ ശരിക്കും അത് എക്സാം വരെയൊക്കെ ഞാൻ എങ്ങനെയോ കൊണ്ട് എത്തിച്ചു. അത് കഴിഞ്ഞ് എക്സാമിന്റെ ഡേറ്റ് അങ്ങോട്ട് മാറ്റി വെച്ചപ്പോൾ കയ്യിൽ നിന്ന് പോയ പോലെ ദൈവമേ ഇതെല്ലാം മറക്കുകയാണല്ലോ, തലേന്ന് ഇങ്ങനെ ഓടുന്ന പോലെ തോന്നുമായിരുന്നു. അപ്പം ഞാൻ സ്വയം ഒരു 2-3 ദിവസം ഒരു ബ്രേക്ക് എടുത്തു. കാരണം എനിക്ക് മനസ്സിലായി ഇനിയിപ്പോൾ ഇരുന്ന് ചിലപ്പോൾ ഭ്രാന്താവും തോന്നിയ സമയത്ത് ഞാനൊരു ചെറിയ ബ്രേക്ക് എടുത്തു. അങ്ങനെ ഒരു ബ്രേക്ക് എടുക്കുന്നതിൽ പ്രശ്നമില്ല, പക്ഷെ തിരിച്ച് ട്രാക്കിൽ കയറണം. അപ്പോഴാണ് സാറിനെ വിളിച്ചത്. അപ്പോൾ സാറ് പറഞ്ഞ് ഒട്ടും ഇത് ധൈര്യം ചോർന്നു പോകണ്ട, പഠിച്ചുകൊണ്ടേ ഇരുന്നു, ഉടനെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ അടുത്ത ഡേറ്റ് വരും. അതുപോലെ തന്നെ വന്നു. പിന്നെ അന്നേരം പഠനം പിന്നെയും ആകെ ഒരു മടുപ്പായിരുന്നു, എന്നാലും പഠിച്ചോണ്ട് തന്നെ ഇരുന്നു. എക്സാം വരെ പഠിച്ചോണ്ട്. നമ്മളൊരു ലക്ഷ്യം മുന്നിൽ നിർത്തി ഫുൾ ഫ്ലോ കൊടുത്തിട്ടാണല്ലോ അപ്പൊ പഠിക്കുക. ഡെയിലി 10-12 മണിക്കൂറൊക്കെ പഠിച്ച സമയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. ലാസ്റ്റ് ആഴ്ചകളൊക്കെ അതങ്ങനെ അങ്ങ് തുടർന്ന് പോകാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതാ ശ്രീലക്ഷ്മി പറഞ്ഞൊരു പോയിന്റ്. ഞാൻ എല്ലാവരോടും നെറ്റ് JRF വിന്നേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ഉപദേശം അല്ലെങ്കിൽ അവരോട് എന്താ ഷെയർ ചെയ്യാനുള്ളതെന്നാണ് ചോദിക്കാറ്. ഞാൻ ശ്രീലക്ഷ്മിയോട് അത് ചോദിക്കുന്നില്ല. ആത്മാഭിമാനമുള്ളൊരു സ്ത്രീ എന്നുള്ള നിലയിൽ സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്നതിൻ്റെ പ്രാധാന്യവും ഒരു ജോലി ഇപ്പോൾ ഇല്ലാതെ ഏൺ ചെയ്യാതിരിക്കുന്ന ഒരു വിദ്യാർത്ഥിനി അല്ലെങ്കിൽ ഒരു സ്ത്രീ, പുരുഷനും ആവട്ടെ, കേൾക്കുകയാണെങ്കിൽ ശ്രീലക്ഷ്മിക്ക് അവരോട് പറയാനുള്ള എന്താ ഒരു സംരംഭക എന്നുള്ള പെർസ്പെക്റ്റീവിൽ? കാര്യം കുറച്ച് ആൾക്കാരെ നമ്മുടെ ഈ സീറ്റിൽ സംരംഭകത്വമായിട്ട് കിട്ടാറുള്ളൂ. എല്ലാവരും ഒരു ജോലി എന്നുള്ളൊരു പ്രയോറിറ്റിയിലാണ് പോകുന്നത്. ഓഫ് കോഴ്സ് നല്ല കാര്യം തന്നെ, അധ്യാപകരാവാനാണ് തയ്യാറെടുക്കുന്നത്. എങ്കിലും ഈ 2 പോയിന്റുകളൊന്ന് അഡ്രസ്സ് ചെയ്യാവും. ഫിനാൻഷ്യലായിട്ട് നമ്മൾ ഏൺ ചെയ്യുന്നതിൻ്റെ പ്രാധാന്യവും അങ്ങനെ ചെയ്യാനായിട്ട്
നമുക്ക് കഴിവുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് ഒന്ന് പറയാം? ഞാൻ എൻ്റെ 3ാം ക്ലാസ് തൊട്ട് എൻ്റെ അമ്മയെ കണ്ടാ വളരുന്നേ. അമ്മയും അച്ഛനും ഞാൻ 3 പഠിക്കുമ്പോൾ ഡിവോഴ്സ്ഡ് ആയതാണ്. അപ്പോൾ അമ്മ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്ത് അങ്ങനെ സ്വന്തമായിട്ട് നേടിയെടുത്ത ജോലി കൊണ്ട് അങ്ങനെ എന്നെ വളർത്തി. അമ്മയെ കണ്ട് വളർന്നുകൊണ്ട് തന്നെ എനിക്കെന്നും എൻ്റെ കാലിൽ നിൽക്കണം എന്നുള്ള ഒരു വാശി ഉണ്ടായിരുന്നു. അമ്മ ഭയങ്കര സ്ട്രോങ് ആയൊരു ആളൊന്നും അല്ലായിരുന്നു പണ്ട്. എന്ന് വെച്ചാൽ ഭയങ്കര പാവമായിരുന്നു. പക്ഷെ ജീവിത സാഹചര്യങ്ങളൊക്കെ കൊണ്ട് അമ്മ നല്ല ബോൾഡായി. അങ്ങനെ ബോൾഡായിട്ട് അമ്മ എന്നെ വളർത്തിയപ്പോൾ അത് കണ്ട് വളർന്നുകൊണ്ട് എനിക്കും നല്ല ബോൾഡായിട്ട് തന്നെ ഇരിക്കണം. അങ്ങനെ ചെറിയ കാര്യങ്ങളിലൊന്നും തളർന്നു പോവാതെ എന്താ പറയണ്ടേ, ഫിനാൻഷ്യലി എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇരിക്കണം എന്നുള്ള വാശിയിൽ തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ ക്ലാസ് ഇടുന്നത് ഡിഗ്രി കഴിയുന്ന ടൈമിലാണ്. ഞാൻ PG ചെയ്തതും പഠിപ്പിക്കുന്നതും ഒക്കെ ഒന്നിച്ചായിരുന്നു. അപ്പൊ എനിക്ക് എപ്പോഴും സ്വസ്ഥമായ ഒരു അന്തരീക്ഷത്തിലിരുന്ന് പഠിക്കുന്നതിനെക്കാട്ടിലും എനിക്കിഷ്ടം കുറച്ച് കഷ്ടപ്പെട്ടിട്ടൊക്കെ കിട്ടുന്നതിനോട് തന്നെ ആയിരുന്നു. കാരണം ഞാൻ ഫുൾ ട്രാവൽ ചെയ്ത് വെളുപ്പിന് 3 മണിയുടെ ബസ്സിന് പോയി ക്ലാസ്സിൽ കയറി, പിന്നെ രാത്രി ഒരു 9:30 ആവുമ്പോഴാണ് വീട്ടിലെത്തുക. എന്നിട്ട് അടുത്ത ദിവസം ശനി ഞായറും ക്ലാസ് എടുക്കുക. അങ്ങനെയാണ് ഞാൻ PG ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് നല്ല മാർക്കോടെ ഞാൻ PG പാസ്സായത്. അപ്പൊ എനിക്ക് എപ്പോഴും അങ്ങനെ പഠിക്കുമ്പോഴാണ് അതിന് കുറച്ചും കൂടെ ഒരു മധുരം കൂടും എന്ന് പറയുന്ന ഒരു വിജയത്തിനൊരു മധുരം കൂടും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സ്വന്തമായിട്ട് ഏൺ ചെയ്ത് ഞങ്ങളൊരു വീട് വെച്ചു. ഞാൻ PGക്ക് ചേരുന്നതിന് മുന്നേ വീട് വെച്ചു. അങ്ങനെ ഇപ്പോഴും നമ്മുടെ കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ട് തന്നെയാണ്. ഒരു എന്താ പറയണ്ടേ, ആരെയും ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല. ഞാനായാലും അമ്മയായാലും അങ്ങനെ തന്നെയുള്ളത്. അപ്പോൾ അങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരിക്കുന്നതിൻ്റെ ഒരു സുഖം ഒന്ന് വേറെ തന്നെയാണ്. ഇപ്പം നമുക്ക് എന്ത് ചെറിയൊരു കാര്യം വാങ്ങിക്കാനാണെങ്കിൽ പോലും നമുക്ക് വേറൊരാളോട് കൈ നീട്ടേണ്ടി വരരുത്. നമുക്ക് ഒരു 10 രൂപയുടെ പൊട്ടായാലും മതി. അത് നമ്മുടെ ഒരു എന്താ പറയണ്ടേ വരുമാനത്തിൽ മേടിക്കുമ്പോൾ അതൊരു പ്രത്യേക ഒരു സുഖമാണ്. ഇപ്പം നമ്മുടെ ഇല്ലായ്മകളൊക്കെ നമ്മൾ അറിഞ്ഞാൽ മതി. അപ്പോൾ അത് പുറത്തേക്ക് കാണിക്കുന്നതിനോടോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊരു സിമ്പതിയൊന്നും എനിക്കിഷ്ടമല്ല, പണ്ടേ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനായാലും അമ്മയായാലും അമ്മ എന്നെ അങ്ങനെ വളർത്തിയിട്ടുള്ളത്. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്. നമ്മളെപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇരിക്കണം. എനിക്ക് ഇഷ്ടം ഡാൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്തതിൻ്റെ പുറകിന് പോയിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ എന്നെ പിടിച്ച് വേറെ എന്തെങ്കിലും ഒരു ജോലിക്ക് വിട്ടാൽ എനിക്കത് ചെയ്യാൻ അറിയുമെന്ന് അറിയില്ല. പക്ഷെ എനിക്ക് നല്ല വൃത്തിയായിട്ട് ഡാൻസ് പഠിപ്പിക്കാൻ അറിയാം, ഡാൻസ് ചെയ്യാൻ അറിയാം, പുതിയ കാര്യങ്ങളൊക്കെ ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ അറിയാം. എനിക്ക് അതിലാണ് എൻ്റെ ഇൻട്രസ്റ്റ്. അപ്പം അത് മനസ്സിലാക്കിയ ടൈമിൽ എൻ്റെ അമ്മ, ഞാൻ ഒരു മോളായിരുന്നു. അപ്പം 8ൽ പഠിക്കുന്ന സമയത്താണ് എന്നെ കലാമണ്ഡലത്തിൽ വിടുന്നത്. എല്ലാവരും ചോദിക്കുമായിരുന്നു, ഒരു മോളല്ലേ ഉള്ളൂ, എങ്ങനെ ഇത്ര ദൂരെ വിടുന്നു? അപ്പം അമ്മ പറഞ്ഞു, ഞാൻ ഇവിടെ പിടിച്ചു വെച്ചിട്ട് എന്താ കാര്യം, അവൾക്ക് ഇഷ്ടം അതാണെങ്കിൽ അവൾ അത് ചെയ്യട്ടെ. അമ്മയുടെ പേര് കൂടി പറയാം. എൻ്റെ അമ്മയുടെ പേര് അമ്പിളി എന്നാണ്. അമ്മ ഒരു ഹൈസ്കൂൾ ടീച്ചറാണ്, മാത്സ് ടീച്ചറാണ്. ടീച്ചറിനും പ്രത്യേകമായിട്ട് നല്ലൊരു മകളെ ഈ ലോകത്തിലേക്ക് നൽകിയതിന് അഭിനന്ദനങ്ങൾ, സന്തോഷം ഷെയർ ചെയ്യുന്നു. കാര്യം ശ്രീലക്ഷ്മിക്ക് ഇത് പറയുമ്പം കണ്ണിലെ ഒരു തിളക്കവും അഭിമാനവും ഒക്കെ നിങ്ങൾക്കും ഈ ക്യാമറയിലൂടെ ആണെങ്കിലും കാണാനാവുമെന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ ക്ലാസ്സുകളിലും ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു കാര്യം, നിങ്ങൾ മറ്റൊന്നിനു വേണ്ടി അല്ലെങ്കിലും പഠിക്കുന്നത് JRFന്റെ സ്റ്റൈഫൻഡ് ആണെങ്കിൽ പോലും ഒരു ഫുൾ ടൈം ജോലിക്ക് തുല്യമാണ്. ഏൺ ചെയ്യാനും സ്വന്തം കാലിൽ നിൽക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യവും ഞാനും എപ്പോഴും എൻ്റെ മുന്നിലുള്ള കുട്ടികളോട് അല്ലാതെ ക്ലാസ്സുകളൊക്കെ എടുക്കാൻ പോകുമ്പോഴും പറയുന്നൊരു കാര്യം. അത് പ്രാവർത്തികമാക്കിയ ഒരാളെ കാണുന്നതും അങ്ങനെ ഒരു മോഡലായിട്ട്, പലപ്പോഴും നല്ല റോൾ മോഡലുകൾ ഇല്ലാതെ പോകുന്നതാ ഒരു സമൂഹത്തിൻ്റെ തളർച്ച അല്ലെ പതർച്ച എന്ന് കരുതുന്ന ആളാണ്. സ്ത്രീകൾ സ്വന്തമായിട്ട് ഏൺ ചെയ്യണം, ബിസിനസ്സുകൾ റൺ ചെയ്യണം, സമൂഹത്തിൽ മുന്നോട്ട് വരണമെന്ന് പറയുമ്പോൾ നല്ലൊരു മാതൃക മുന്നോട്ട് വെക്കാൻ പലപ്പോഴും ഇല്ല. അല്ലെ സ്കൂൾ കാലഘട്ടത്തിലെങ്കിലും നമ്മളോട് ഇതാരും പറഞ്ഞു തരുന്നില്ല. സത്യമല്ലേ? അതെ അതെ. ഇപ്പൊ ഞാൻ ഡാൻസർ ആണ് അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്നു എന്ന് പറയുമ്പോൾ വേറെ ജോലി ഇല്ല എന്ന് ചോദിക്കുന്ന ആൾക്കാരുള്ള സമൂഹത്തിലാണ് നമ്മളുള്ളത്. ഇതിനെ ഒരു ജോലിയായിട്ട് പരിഗണിക്കാതെ അല്ലെങ്കിൽ ഇതൊരു വരുമാനം ഉണ്ട് ഇതിന്നുള്ളത് ചിന്തിക്കുന്ന ആൾക്കാരല്ല. നമ്മളൊക്കെ തുല്യ ദുഃഖിതരാ. ഇപ്പൊ I+ൽ 46ഓളം സ്റ്റാഫ് ഉണ്ട്. നമുക്ക് തിരുവനന്തപുരത്ത് എറണാകുളത്തൊക്കെ ക്ലാസ് ഉണ്ട്. കുറച്ചു കാലം മുമ്പ് വരെ അപ്പ പറയുമായിരുന്നു, എൻ്റെ മോൻ ഒരു പ്യൂണായിട്ട് പോലും ജോലി കിട്ടിയില്ല, ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രിയിൽ 2nd റാങ്ക് ഒക്കെ ഉണ്ടായിരുന്നു യൂണിവേഴ്സിറ്റിയിൽ, പക്ഷെ ഒരു ജോലി കിട്ടിയില്ല എന്ന്. അതെ, എന്നോട് ഇപ്പോഴും ചോദിക്കുന്നവരുണ്ട്. ഞാനപ്പോ പറയും, ഞാൻ 2 ഡാൻസ് ക്ലാസ് ഉണ്ട് എനിക്ക്, ചാരുമുട്ടിലും താമരക്കുളത്തും. ഞാൻ 2 ക്ലാസ് എടുക്കുന്നുണ്ട്. മോൾക്ക് വേറെ ജോലിയൊന്നും ഇല്ലേന്ന് ഇപ്പോഴും ചോദിക്കുന്നവരുണ്ട്. ഇതിനെ ഒരു ജോലിയായിട്ട് കരുതുന്നില്ല. ഇതൊരു എന്താ പറയണ്ടേ, ഇത് എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ ഇതൊരു ജോലിയായി തന്നെ ചെയ്യുന്നു. ജോലി എന്നുള്ളതിനപ്പുറം നമുക്കറിയാവുന്നത് മറ്റു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരുപാട് കറക്റ്റ് ഫോം മനസ്സിലാക്കി പഠിക്കട്ടെ. ഇപ്പോ
വെറുതെ എന്തെങ്കിലും ചെയ്യുന്നവരും ഡാൻസ് ക്ലാസ് ഇടുന്ന ഒരു സമയമാണിത്. ഇതില് പ്രത്യേകിച്ച് ഗ്രാജുവേഷനോ പോസ്റ്റ് ഗ്രാജുവേഷനോ ഒന്നും ചെയ്യാതെ തന്നെ അല്പജ്ഞാനം വെച്ച് ഒരുപാട് ക്ലാസ്സുകളുള്ള ഒരു സ്ഥലത്ത് ഞാനും ഉള്ളത്. അപ്പോ അവരുടെയൊക്കെ പ്രോഗ്രാം ഒക്കെ കണ്ടിട്ട് നമ്മുടെ കുട്ടികളുടെ പ്രോഗ്രാം കണ്ട് വളരെ നല്ല അഭിപ്രായം നമുക്ക് കേൾക്കുമ്പോൾ ശരിക്കും ഞാൻ പ്രൗഡാണ് എൻ്റെ കുട്ടികളെ പറ്റി അത്രയും നല്ല രീതിയിൽ പറയുമ്പോൾ. അപ്പോൾ ഈ സൈഡ് അറിയാതെ ആൾക്കാർ ജോലി ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഇവരുടെ എന്താ പറയണ്ടേന്ന് അറിയാത്തൊരു അവസ്ഥയാണ്. അത് ഇതിനെപ്പറ്റി അറിയുന്ന ആൾക്കാര് കലാമണ്ഡലം അങ്ങനെയൊക്കെ കേട്ടിട്ടുള്ളവർക്ക് അറിയാം നമ്മള് എത്ര കഷ്ടപ്പെട്ടിട്ടാ നമ്മൾ വെളുപ്പിന് 5 മണിക്ക് തൊട്ട് സാധകം തുടങ്ങി അങ്ങനെയാ നമ്മൾ പഠിച്ചു വരുന്നത്. പല വർഷങ്ങളല്ലേ? അതെ, 8 വർഷം കലാമണ്ഡലത്തിൽ തന്നെ ഉണ്ടായിരുന്നു. 5 മണിക്ക് തൊട്ടാ സാധകം സ്റ്റാർട്ട് ചെയ്യുന്നത്. രാത്രി കിടക്കുന്ന വരെയും നമ്മൾ എന്താ പറയണ്ടേ, എന്നും ഒരു മിഷൻ പോലെ ഓടിക്കൊണ്ടേയിരിക്കുന്ന ഒരു സിസ്റ്റമാണ് അവിടെ. അപ്പോൾ അത് അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചു വന്നിട്ടും നമ്മുടെ അടുത്ത് ഇതൊരു ജോലിയായിട്ട് കരുതുന്നില്ല, അല്ലെങ്കിൽ ഇത് നമ്മുടെ ഒരു പാഷനായിട്ട് കരുതുന്നില്ല. ഇതെന്തോ ഡാൻസ് അത്രേ ഉള്ളൂ ആൾക്കാർക്ക്. തൗരത്രികം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ശ്രീലക്ഷ്മിയെ തന്നെ കിട്ടില്ലേ? അങ്ങനെയില്ല. തൗരത്രികം എന്ന് പറയുന്നത് ഒരു സാൻസ്ക്രിറ്റ് ടേം ആണ്. അപ്പൊ അത് കോണ്ടാക്ട് ഇൻഫർമേഷൻ തന്നോളൂ, ഈ വീഡിയോയുടെ താഴെ വെക്കാം. നിങ്ങൾ ഏത് പ്രായക്കാരനാണെങ്കിലും പഠിപ്പിക്കാനായിട്ട് ടീച്ചർ ഉണ്ടാവും. ഓൺലൈനായിട്ടാണെങ്കിലും പഠിക്കാമല്ലോ. അത് മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുകയാണ്. നമ്മുടെ കഴിവുകൾ I+ തുടങ്ങിയതും അതേ ഒരു രീതിയിൽ തന്നെയാണ്. ഒരു ചെറിയ മുറിയിൽ നിന്ന് ഒരു ക്ലാസ് എടുത്ത് പഠിപ്പിക്കാനുള്ള പാഷൻ, ഇഷ്ടമുള്ളത് ചെയ്യാന്നുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ ഇഷ്ടമുള്ളത് നിങ്ങൾ ചെയ്യുന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനം ഉണ്ടെങ്കിൽ രണ്ടും വേണം കേട്ടോ. എനിക്കിഷ്ടം മുറ്റത്തെ പുല്ല് ചെത്താനാണ്, അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് ഇങ്ങനെ വിരലിൽ കറക്കാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരാൾക്ക് വാല്യൂ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, കുറച്ച് പേര് പാഷനെ കാണുന്നത് ആ ഒരു രീതിയില്ല. എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള എന്താണോ അതേ ഞാൻ ചെയ്യുള്ളൂ. അങ്ങനെ നടക്കില്ലല്ലോ. ശ്രീലക്ഷ്മിക്ക് ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണ്, അത് പ്രോപ്പറായിട്ട് പഠിച്ചു, അത് പഠിപ്പിച്ചു. അത് പഠിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു വാല്യൂ ആഡ് ആയതുകൊണ്ടല്ലേ ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നത്. അതേ കാര്യം നിങ്ങൾക്കും ചെയ്യാം. നിങ്ങളുടെ പാഷനെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ വാല്യൂ ആഡ് ചെയ്യുന്ന ഒന്നായിട്ട് കൺവേർട്ട് ചെയ്താൽ നിങ്ങൾക്ക് റവന്യൂ എന്നുള്ളതിനെ പറ്റി, അല്ലെങ്കിൽ പണം എന്നുള്ളത് ഒരു പ്രശ്നമല്ലാതായി മാറും. അത് എത്രത്തോളം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞങ്ങളുടെ രണ്ടുപേരുടെ ജീവിതം അതിനൊരു ഉദാഹരണമാക്കാൻ സാധിക്കുമെന്ന് ഹമ്പിളായിട്ട് തോന്നുന്നു അല്ലേ? അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. പഠനം നിങ്ങളുടെ പാഷനാണെങ്കിൽ അത് സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോവുക. അത് നെറ്റിലേക്കും JRFലേക്കും എത്തുന്നതൊക്കെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ്. അതിനേക്കാൾ ഉപരി ആ പഠനത്തിലൂടെ ഒരുപാട് പേരെ, ഈ സമൂഹത്തെ ഒന്നാകെ മുന്നോട്ട് നയിക്കാനൊക്കെ നിങ്ങൾക്കാകും. എല്ലാ നന്മകളും ഈ വീഡിയോ കാണുന്നവർക്ക് നേരുന്നു. പ്രത്യേകിച്ച് ശ്രീലക്ഷ്മിക്ക് അടുത്ത ലെവലിലേക്കുള്ള ജേർണിയിലേക്ക് ഒരു പ്രചോദനം ആവട്ടെ. ഓരോ വിജയവും കുറച്ച് ഊർജം തരുമല്ലോ. അതിൽ JRFും ഡോക്ടർ ശ്രീലക്ഷ്മിയും ഒക്കെ ആയിട്ട് ഒരു ദിവസം നമുക്ക് ഒരുമിച്ച് സംസാരിക്കാമെന്ന് ഞാൻ കരുതുന്നു. നല്ലൊരു അധ്യാപികയായിട്ടും ഒരുപാട് സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും ഒരു മോട്ടിവേഷനായിട്ടും ഒക്കെ മാറാനാവട്ടെ. എല്ലാ നന്മകളും. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്.